സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആലിമീങ്ങൾ ആരാണ്? അവരുടെ ബുദ്ധി കൊണ്ടവർ കച്ചവടത്തിന് പോയെങ്കിൽ അംബാനിയെ വെല്ലുന്ന മുതലാളിയാകാൻ പറ്റുന്ന ബുദ്ധിമാന്മാരാണ്. പക്ഷേ അവരാ ബുദ്ധി അല്ലാഹുവിന്റെ ദീനിനാണ് ഉപയോഗിച്ചത്. അവർക്കുള്ള സംഘടനാ ശക്തി കൊണ്ട് അവർ പ്രവർത്തിച്ചെങ്കിൽ അവർ പ്രധാനമന്ത്രിയാകാൻ പറ്റുന്ന സംഘടനാ കഴിവുള്ളവരാണ്. പക്ഷേ അവരതിലേക്ക് തിരിയാതെ അവർക്ക് കിട്ടിയതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. നമ്മുടെ ആലിമീങ്ങൾ ആരാണ്? അവരെങ്ങാനും രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ കഴിവുള്ള ബുദ്ധിയുള്ളവരാണ്, തന്റെ ഇടമുള്ളവരാണ്, സംഘടനാ പാടവം ഉള്ളവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ സഹോദരാ, ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അത് നമ്മുടേതാകുന്ന ഗവൺമെന്റിന്റെ പൈസ ചെലവഴിച്ചിട്ടാണ്. വലിയ സമ്പന്നന്മാരോ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ലോകം കാണാൻ പോകുന്നുണ്ട്. അതേ സമയത്ത് ആലിമീങ്ങളോ അവരുടെ കർമ്മം കൊണ്ട് നേടിയ യോഗ്യത കൊണ്ടാണ് അവർ ലോകം മുഴുവനും കടന്നു ചെന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവര് അമേരിക്കയിൽ പോയത് തലസ്ഥാനം കാണാനല്ല, അവര് ബ്രിട്ടനിൽ പോയത് രാജ്യം കണ്ടു വരാനല്ല, അവര് ഈജിപ്തിൽ പോയത് പിരമിഡ് കാണാനല്ല. അവരെവിടെ പോയാലും അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണമാണ്, ഇൽമിന്റെ പ്രചരണമാണ്, ആലിമീങ്ങളുടെ സേവനമാണ്. ഈ നിലക്ക് നിറഞ്ഞു നിൽക്കുന്ന ആലിമീങ്ങൾ നമുക്കുണ്ട്. അവർക്കെതിരെ പലവിധേനയുള്ള ആരോപണങ്ങളും വരാം. അത് ഇമാമീങ്ങൾക്ക് വന്ന ആരോപണമാണ്. സുബ്കി ഇമാമിനെതിരെ വൃത്തികെട്ട ആരോപണം പറഞ്ഞവരുണ്ട്. സുബ്കി ഇമാം തങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. ഇമാമുൽ ശാദുലി തങ്ങൾക്കെതിരെ മോശമായ ആരോപണങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ശാദുലി ഇമാം തങ്ങൾ വലിയൊരു തരീഖത്തിന്റെ നേതാവാണ്, വലിയ പണ്ഡിതനും സൂഫിയുമാണ്. അപ്പോൾ നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും ചീത്ത പറയാൻ പാടില്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല. വലിയ ഖാദി ഖുറാത്തായ ഒരാളാണെങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട ചെറിയൊരു കുട്ടിയെ കണ്ടാൽ ബഹുമാനിക്കണം. കാരണം ഇത് ഹബീബിന്റെ പേരക്കുട്ടിയാണ്. ഒരു സയ്യിദിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സയ്യിദിനെയും ആക്ഷേപിക്കാൻ പാടില്ല, ഒരു മഹാനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിന്റെയും മാംസം തിന്നാൻ പാടില്ല. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഏതോ ചില ആളുകൾ പറയുന്നത് കേട്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അടിമപ്പെട്ടുകൊണ്ട് നീ ഒരു ആലിമിനെയും ചീത്ത പറയാൻ നിൽക്കണ്ട. നീ ഇവിടെ കമന്റ് പറയുന്ന നേരത്ത് ആ ആലിമ് സഹീഹുൽ ബുഖാരി ഓതുകയാണ്, ദർസ് നടത്തുകയാണ്. എടാ, നീ ഒരു പൊട്ടനായി എന്നല്ലാതെ ആ ആലിമ് അല്ലാഹുവിലേക്ക് അടുക്കുന്ന അമല് ചെയ്യുകയാണ്. നീ ഒരു ആലിമിനെ ചീത്ത പറയുന്ന നേരത്ത് ആ ആലിം ഒരുപക്ഷെ അല്ലാഹുവിന് വേണ്ടി സുജൂദിലാണ്, തഹജ്ജുദിലാണ്, ഖുർആൻ പാരായണത്തിലാണ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകളിലാണ്. നീ ആക്ഷേപിച്ചിട്ട് നിന്റെ ആഖിറം കേടുവരികയല്ലാതെ ആലിമീങ്ങളുടെ സ്ഥാനം നഷ്ടമാവൂല. അവര് ദുനിയാവിലെ സ്വർഗത്തിന് നിൽക്കുന്നവരല്ല, അവരാഖിറത്തിൽ സ്വർഗം പണിയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരാളുടെ ആക്ഷേപവും വിഷയമല്ല. ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ, ഒരാക്ഷേപവും അവരെ ബാധിക്കൂല. അവര് ധൈര്യത്തോടെ മുന്നേറുന്നവരാണ് ആലിമീങ്ങൾ. അതുകൊണ്ട് ഞാനും നീയും വേണ്ടതെന്താണ്? ഇവിടെ ദീൻ നിലനിൽക്കണമെങ്കിൽ ആലിമീങ്ങൾ വേണം. പൈസ കൊണ്ട് മാത്രം ദീന് നിലനിൽക്കൂല, അധികാരം കൊണ്ട് ദീന് നിലനിൽക്കൂല, ഇൽമു കൊണ്ടല്ലാതെ ഇവിടെ ദീന് നിലനിൽക്കൂല. ആ ഇൽമിന്റെ സേവകരായി നമ്മൾ മാറണം. ആലിമീങ്ങളാകാൻ നമ്മൾ ശ്രമിക്കണം. മുതഅല്ലിമീങ്ങളായി മക്കളെ അയക്കാൻ
നമ്മൾ ശ്രമിക്കണം. അതൊന്നുമില്ലെങ്കിൽ നീ ദീനിന്റെ മുഹിബ്ബാകണം, മുതഅല്ലിമീങ്ങളുടെ സേവകനാകണം, ആലിമീങ്ങൾക്ക് സേവകനാകണം. എന്റെ ഉമ്മമാരെ, നൊന്തുപെറ്റ ഓമനമോൻ നാളെ സ്വർഗത്തിൽ പോകുന്ന ആലിമാകണമെങ്കിൽ ഇപ്പോഴേ അവരെ പഠിപ്പിക്കണേ ഉമ്മ. ശാഫി ഇമാമിന്റെ ഉമ്മാക്ക് കിട്ടിയ ഭാഗ്യം ലോകത്തൊരു രാജാവിന്റെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു ഡോക്ടറുടെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു എഞ്ചിനീയറുടെ ഉമ്മയ്ക്കും കിട്ടിയിട്ടില്ല, ഒരു അംബാനിമാരുടെ മാതാവിനും കിട്ടിയിട്ടില്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാണ്. കാരണം ഇപ്പോൾ ശാഫി ഇമാം തങ്ങളെ അനുസരിച്ചുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, ശാഫി ഇമാം പഠിപ്പിച്ച നിലക്കല്ലേ നമ്മൾ തഹിയ്യാത്ത് ഓതിയത്, ശാഫി ഇമാം തങ്ങളെ പഠിപ്പിച്ച രീതിയിലല്ലേ ഖുനൂത്ത് ഓതിയത്, ശാഫി ഇമാം പഠിപ്പിച്ച നിലക്കല്ലേ കൈകെട്ടി ഇശാ നിസ്കരിച്ചിട്ട് വന്നത്. ആ ശാഫി ഇമാമിനെ പിൻപറ്റുന്ന കോടാനക്കോടി ജനങ്ങളില്ലേ, ആ വലിയ ഇമാമിന്റെ ഉമ്മയ്ക്ക് എത്ര വലിയ ഭാഗ്യമാണ്. അതുപോലെ ഒരു ഉമ്മയ്ക്കും ഇവിടെ ഭാഗ്യം കിട്ടിയോ? അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ ആലിമീങ്ങളാകണമെന്ന് ചിന്തിക്കണം, സ്വാലിഹീങ്ങളാകണമെന്ന് ചിന്തിക്കണം, തഖ്വയോടെ ജീവിക്കണം. എല്ലാത്തിലും ഉപരി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ആ റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും ഒന്ന് മനാമിൽ കാണണം. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് മനാമിൽ കാണണം. സയ്യൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, 70-ലേറെ തവണ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, നസീബത്ത് ബിൻത് കഅബ് റളിയല്ലാഹു അൻഹാ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് കാവലായി നിന്നിട്ട് ഇബ്നുക്കും